മലയാള സംഗീത ലോകത്തെ പുത്തൻ വിപ്ലവം. കേരളക്കരയാകിയ റാപ്പിന്റെ ഒരു അതിവേഗ തരംഗം സൃഷ്ടിച്ച കലാകാരൻ ഹിരൺദാസ് മുരളി എന്ന മലയാളികളുടെ സ്വന്തം വേടൻ. അതെ, സിനിമ ചെയ്തതിനൊക്കെ ഈടി റൈഡ് വരുന്ന കാലഘട്ടമാണ്. നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ചിറങ്ങാണ്. തൃശൂരിന്റെ തെരുവ് വീതികളിൽ നിന്നാണ് ഈ മലയാളം റാപ്പിന്റെ യൂത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേടൻ എന്ന വേട്ടക്കാരന്റെ പിറവി. വേടനും അയാളുടെ സംഗീതവും സംസാരിക്കുന്നത് കേവലം നേരം പോക്ക് പാട്ടുകളല്ല. അതിജീവിതത്തെയും അതിജീവനത്തെയും യാഥാർത്ഥ്യത്തെയും സങ്കടങ്ങളെയും ഇന്നിന്റെ ചതികളെയും നാളെയുടെ കരുതലും അയാൾ പിന്നിട്ട കനലുകളെയും കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ അതുകൊണ്ടാകാം വേടന്റെ പാട്ടുകൾ നിങ്ങളെ ഇടിമിന്നൽ പോലെ പ്രഹരമേൽപ്പിക്കുന്നത്. വേടന്റെ കഥയും സംഗീതവും സൃഷ്ടിച്ചെടുത്തത് പച്ചയായ ജീവിതത്തിൽ നിന്നാണ്. ചെറുപ്പം മുതൽ താൻ നേരിട്ടിട്ടുള്ള അവഹേളനങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായി അടിച്ചമർത്തലുകൾ, വേടന്റെ സങ്കടങ്ങളും സമരങ്ങളും ഒരു പോരാട്ടമായി വന്നു പതിച്ചത് സംഗീതത്തിലാണെന്ന് പറയാം. അങ്ങനെ ഓരോ വാക്കിനും മൂർച്ച കൂടി, ഓരോ ഈണങ്ങളും അടികളായി. അയാളുടെ സംഗീതം പതിയെ ജനങ്ങളിൽ സമരമായി. ജനങ്ങൾ അത് ഏറ്റെടുത്തു, ആർത്തുപാടി. ഇന്ന് അയാൾ ഒരു വൈബാണ്, പുതിയ കാലഘട്ടത്തിന്റെ റവല്യൂഷൻ. അതെ, വേടൻ ഒരു വൈബാണ്. ഒരു കലാകാരന്റെ ജനകീയത സമൂഹത്തിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വേടന്റെ വേദിക നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒരു സിനിമ ചെയ്താൽ ഉണ്ടാകുന്ന വേട്ടയാടലുകൾ, യുവാക്കളിലെ രാഷ്ട്രീയ അരാജകത്വം, ഇന്ത്യൻ ജാതി രാഷ്ട്രീയം, ഇങ്ങനെ ജനങ്ങൾ പറയാൻ മടിക്കുന്ന എന്നാൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾ പാടിത്തിമിർക്കുകയാണ്. അയാൾ പാടുകയാണ്, ഒന്നും പേടിക്കാതെ, ആരെയും ഭയക്കാതെ, കൂടെ നമ്മുടെ യുവജനതയും. രാസലഹരിക്കെതിരെ അയാൾ പാടുന്നു, തെറ്റുകൾക്കെതിരെ അയാൾ പാടുന്നു, ശക്തമായ നിലപാടിൽ ഉറച്ചുകൊണ്ട് അയാൾ പാടുന്നു. ഇനിയും പാടും, കൂടെ നമ്മളും.